ചില കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ പറയും ഇതൊരു ശാപം കിട്ടിയ വീടാന്നൊക്കെ പറയാം. ഇതൊരു ശാപം കിട്ടിയ കുടുംബമാണ്. എപ്പോഴും അപകടങ്ങൾ, എപ്പോഴും അനർത്ഥങ്ങൾ, എപ്പോഴും ഇങ്ങനെ മരണങ്ങൾ, രോഗങ്ങൾ, കലഹം, വല്ലാത്ത സാമ്പത്തിക തകർച്ച. അങ്ങനെ പുറമേ നിന്ന് വീക്ഷിക്കുന്നവരും ഉള്ളിൽ നിന്ന് ആ സമാനമായ അനുഭവം കടന്നു പോകുന്നവരൊക്കെ ഒരു പരിധി വരെ കഴിയുമ്പോൾ പറയും തന്നെ ശാപം കിട്ടിയ അവസ്ഥ, എന്തോ ഒരു ശാപമുണ്ട്. നോർമലി പറയുന്ന ഒരു കാര്യമാണ്, എന്തോ ഒരു ശാപമുണ്ടെന്ന്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രത്യേക വിഷയങ്ങളൊക്കെയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടുകയില്ല. ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ വരെയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പോയതാണ് എറണാകുളത്ത്. അവിടെ 5 മക്കളാണ്, 5 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. മൂത്താൾക്ക് 57 വയസ്സായി, 4 ആണും 1 പെണ്ണുമാണ്. മൂത്തവൻ 57 വയസ്സായി, ഇളയ പെങ്കുച്ചിന് 35 വയസ്സായി, അതിന് തൊട്ട് മീത് 37. ആ സഹോദരൻ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. 5 പേരുണ്ട്, 5 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ കല്യാണം നടക്കാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകണം, അല്ലെങ്കിൽ സൗന്ദര്യത്തിന് കുറവുണ്ടാകണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവുണ്ടാകണം. ഇതാണ് നമ്മൾ നോർമലി ഒരു വ്യക്തി വിവാഹം നടക്കാതിരിക്കാൻ നമ്മൾ മാനുഷികമായി എടുക്കുന്ന ഒരു നിലപാട്, ഒരു ചിന്ത. പക്ഷേ ഈ കാര്യങ്ങൾക്ക് ഒന്നിനും ആ കുടുംബത്തിൽ ഒരു കുറവുമില്ല. പക്ഷേ 5 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രായമായ അമ്മിച്ച് വീട്ടിൽ കിടന്നു, അപ്പച്ചൻ മരിച്ചു പോയതാണ്, രോഗിയായി കട്ടിലെ കിടപ്പുണ്ട്. അമ്മിച്ച് പറഞ്ഞൊരു കാര്യം, അച്ഛാ എന്തോ ശാപം കിട്ടിയതുപോലെ, അച്ഛാ എന്തോ ശാപം കിട്ടിയതുപോലെ. എന്നാന്നറിയില്ല അച്ഛാ, ഈ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കണ്ണടയുന്നതിന് മുമ്പ് ആരുടെയെങ്കിലും ഒരാളുടെ വിവാഹം ഒന്ന് നടന്ന് കണ്ടാൽ മതി, എന്നിട്ട് കണ്ണടച്ചാലും കുഴപ്പമില്ല. മൂത്തവൻ 57 വർഷമായി, 57 വയസ്സ്. ഇപ്പം എത്ര വർഷമായിട്ട് കല്യാണം ആലോചിക്കുന്നതാണെന്ന് നോക്കിയാൽ, അതിന് താഴെ ഇങ്ങനെ പടിപടിപടിയായിട്ട് 4 പേരാണ് നിൽക്കുന്നത്, മൊത്തം 5 പേര്. 5 പേരുടെയും വിവാഹം നടന്നിട്ടില്ല. അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരും ചോദിക്കുന്നത് എന്നാ അച്ഛാ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊരു കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തുന്ന രീതിയിൽ സമാനമായ വിഷയങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ചില കാരണങ്ങൾ, പക്ഷെ ആ കാരണങ്ങളാകാം അല്ലെ, ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ 2 കാരണങ്ങളാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ബോധപൂർവമായ തീരുമാനം, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചു. ഒരു സഹനമാണെങ്കിൽ പോലും നമ്മുടെ തീരുമാനം കൊണ്ട് സഹനങ്ങൾ ഉണ്ടാകാം. നമ്മുടെ അരുതായ്മ കൊണ്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൊണ്ടൊക്കെ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കാം. പാപത്തിലൂടെയും പൈശാചികതയുടെയും ഒക്കെ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകാം. കൂടാതെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ദൈവം അനുവദിച്ചതാണോ അല്ലയോ എന്ന് ആത്മശോധന ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട്. ജോബ് തൻ്റെ ജീവിതത്തിൽ, ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ജോബിന് ഉണ്ടായിരുന്ന മുഴുവനും നഷ്ടപ്പെടുക, ഓരോന്നോരും നഷ്ടപ്പെടുക. ആടുമാടുകൾ നഷ്ടപ്പെടുന്നു, കാളകൾ നഷ്ടപ്പെടുന്നു, കുതിരകൾ നഷ്ടപ്പെടുന്നു, വയൽ നഷ്ടപ്പെടുന്നു. ഇതിനിടയ്ക്ക് അവസാനം ഉണ്ടായിരുന്ന മക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതെല്ലാം കണ്ട് പുറമേ നിന്ന് കണ്ടു നിൽക്കുന്ന ഒരുവനെന്ന് ഇതൊക്കെ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് ഇതിങ്ങനെ എല്ലാം ഓരോന്നോരോന്നോരോന്നോരോന്നോരോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഉണ്ടായിരുന്ന മുഴുവൻ പോയി, വട്ടപ്പൂജയായി. അവസാനം ശരീരത്തിൽ പോലും രോഗം വരാൻ തുടങ്ങി. അപ്പം അങ്ങനൊരു അവസ്ഥയിൽ നോർമലി ഭാര്യ പറയുന്ന കാര്യമുണ്ട്, ജോബിന്റെ ഭാര്യ പറയുന്ന കാര്യമുണ്ട്. ജോബ് അപ്പോഴും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ആരാധിച്ച് നിന്നപ്പോൾ ജോബിന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോഴും നീ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാണോ? ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി ചത്തൂടെ എന്ന് ചോദിക്കും. മരിച്ചുകൂടെയാണോ തനിക്ക്? ഈ അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുറമെ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ജീവിതത്തിന് എല്ലാ മേഖലകളും ഇങ്ങനെ അടിക്കടി തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് മാനുഷികമായി ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാതെ കിടക്കുന്ന ജീവിതത്തിന്റെ വേളകളിൽ നമ്മൾ നിൽക്കുമ്പോൾ, എൻ്റെ അടുത്ത് ഒരു സഹോദരി ഇളയ മകനോട് പ്രാർത്ഥിക്കാൻ വന്നാണ്. 3 വർഷം അടുപ്പിച്ച് ഡിസംബർ 25-ാം തീയതി 3 പേരാണ് കുടുംബത്തിൽ നിന്ന് മരിച്ചത്. ആദ്യം മൂത്ത മകൻ മരിച്ചു ആക്സിഡന്റ് ആയിട്ട്, 25-ാം തീയതി ക്രിസ്മസിന് അന്നാണ്. പിറ്റേ വർഷം ക്രിസ്മസിന് അന്ന് അപ്പൻ മരിച്ചു. 3-ാമത്തെ വർഷം ക്രിസ്മസിന് അന്ന് 2-ാമത്തെ മകൻ മരിച്ചു. ഇളയ മകനും സഹോദരി കൂടി വന്നേക്കാണ്, അമ്മയും കൂടി വന്നേക്കുവാണ്. നവംബർ മാസം കൊണ്ടാണ്. അവർക്കൊരു ആശങ്കയായി, അടുത്ത മാസം ഡിസംബർ 25-ആണ്, ആരാ മരിക്കാൻ പോകുന്നത്? നോർമലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നൊരു വിഷയമാണ്, നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വിഷയമാണത്. കാരണം 3 വർഷവും കൃത്യമായിട്ട് കുടുംബത്തിൽ ആണുങ്ങൾ മരിച്ചു. ഈ അമ്മയ്ക്ക് ടെൻഷൻ, ഈ മകനും ടെൻഷൻ. ഇനിയിപ്പോൾ അടുത്തത് എൻ്റെ ഊഴാണോ, എൻ്റെ ഊഴാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതിനൊരു ഉത്തരം നമുക്ക് കൃത്യമായി ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന സംഭവിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ
അനർത്ഥങ്ങള്, അപകട മരണങ്ങള്, ദുർമരണങ്ങള്, ചില രോഗങ്ങള്, അത് ചില പാരമ്പര്യ രോഗങ്ങള്, ഇങ്ങനെ അപ്പനൊരു രോഗം, മകൻ അതേ രോഗം, മകന്റെ മകനാവും അതേ രോഗം, സമാനമായ രോഗപീഠകള്, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ആത്മീയമായി കൂടി വിവേചിക്കപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതിന് ആത്മീയമായി കൂടി വിവേചിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോ ഇവിടെ ജോബിന് അങ്ങനെ സംഭവിച്ചു. ജോബ് എന്താ ചെയ്തേ? ജോബ് 2 കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. ജോബ് ഇങ്ങനെ ഓരോന്നോരോന്ന് തകരാൻ തുടങ്ങിയപ്പോൾ ജോബ് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് എന്ത് ചെയ്തു? വചനം പറയുന്നു, ആദ്യം അവൻ ചാരം പൂശി ചാക്കുടുത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ചു. ആദ്യം ചെയ്ത കാര്യമാണ്. കാരണം ഇത് കാരണം എന്താണെന്ന് ജോബിന് പിടുത്തം കിട്ടുന്നില്ല. ജോബിന് അറിയില്ല എന്തെങ്ങനെ സംഭവിക്കുന്നതെന്ന്. ജോബ് ആദ്യം ചെയ്ത, ദൈവമേ, എന്റെയോ എൻ്റെ കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ ആരുടെയെങ്കിലും പാപം നിമിത്തമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇതാ എളിമപ്പെടുന്നു എന്ന് പറഞ്ഞ് ചാരം പൂശി ചാക്കുടുത്ത് അവൻ അനുദപിച്ചു. ആദ്യം ചെയ്ത കാര്യമാണ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനൊരു വിഷയം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ, കുടുംബാംഗങ്ങളിൽ സംഭവിക്കുമ്പോൾ, കുടുംബം ഒരുമിച്ച് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി ഏതെങ്കിലും പാപത്തിന്റെ പരിണത ഫലമായി സംഭവിക്കുന്നതാണെങ്കിൽ കർത്താവിന് മുമ്പിൽ മാപ്പ് യാചിക്കണം. അതല്ല എങ്കിൽ ജോബ് ചെയ്തനാണ്, ദൈവമേ, നിന്റെ കരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച ഞാൻ തിന്മ സ്വീകരിക്കാൻ എന്തിനു മടിക്കണം? വാക്കുകൊണ്ട് പോലും ജോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല, സന്തോഷത്തോടെ സ്വീകരിച്ചു. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് ജോബ് ഒന്നും പോയില്ല. ഒന്ന് ജോബ് തമ്പുരാന്റെ തെറ്റുകൊണ്ടാണ്, പാപം കൊണ്ടാണെങ്കിൽ, പാപം മൂലം വന്ന അനർത്ഥങ്ങളാണെങ്കിൽ അതിന് തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞ് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. പ്രായച്ചിത്ത പരിഹാര അരൂപിയെടുത്ത് പ്രാർത്ഥിച്ചു. രണ്ടാമത് ജോബ് എന്നെ ചെയ്തു? ഇനിയിപ്പോ നീ അനുവദിച്ചതാണിതെങ്കിൽ നോ എന്ന് പറയാൻ ഞാൻ ആരാണ്? ഇത്രയും നാളും നന്മ അനുവദിച്ചു, ഇതെല്ലാം നീ തന്നതാണ്, ഇതെല്ലാം അനുവദിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചല്ലോ. നീ അനുവദിച്ച തിന്മ സ്വീകരിക്കാൻ ഞാൻ എന്തിനും അടിക്കണം എന്ന് പറഞ്ഞ് ആ വിഷയത്തെ ദൈവകരങ്ങളിൽ നിന്നും ജോബ് സ്വീകരിച്ചു. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മുടെ ചില കുടുംബങ്ങളിൽ എപ്പോഴും സാമ്പത്തിക തകർച്ചയായിരിക്കും. എന്നാ ചെയ്താലും ആ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാകാൻ. ചില കുടുംബത്തിൽ എപ്പോഴും കലഹമായിരിക്കും. കലഹം, ഭിന്നത, ചെറിയ കാര്യം മതി അപ്പനും മക്കളും കൂടി തമ്മിൽ തല്ലുണ്ടാകാൻ. വലിയ പ്രശ്നങ്ങളൊന്നും, വളരെ നിസ്സാര കാര്യം പറഞ്ഞു തുടങ്ങി അവസാനം അത് തല്ലിൽ അവസാനിക്കും. വല്ലാത്ത പ്രശ്നമാണ് കുടുംബത്തിൽ. ഭിന്നത, കലഹം, അസമാധാനം, സാമ്പത്തിക തകർച്ച, ചില പാരമ്പര്യ രോഗങ്ങൾ, ചില മാനസിക ആരോഗ്യക്കുറവുകൾ. അതിങ്ങനെ അപ്പന് അങ്ങനെ അവസ്ഥയുണ്ടായിരുന്നു, മകൻ്റെ മകനായി കഴിഞ്ഞപ്പോഴും സമാനമായ മാനസിക ആരോഗ്യക്കുറവുകൾ. അതിൻ്റെ ഒരു ഡിപ്രഷൻ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹയർ ഗ്രേഡാണ് നമ്മൾ പറയുന്ന പോലെ മാഡ്നസ്, ഭ്രാന്ത് പോലത്തെ അവസ്ഥകൾ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആത്മശോധന, ആത്മീയമായി കൂടി ഈ വിഷയത്തെ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആരംഭ വചനമായിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനം എന്നെടുത്ത്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, വചനം പറയാണ്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ട, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോ നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ കാൽവരി കുരിശിൽ, കുരിശുമരത്തിൽ അവൻ തന്നെ ബലിയായി 3 ആണികളിൽ അർദ്ധനഗ്നനായി തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. ഇപ്പൊ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ചില നിയമത്തിന്റെ ശാപങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. ഇപ്പൊ എന്താണ് നിയമത്തിന്റെ ശാപം? അത് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കാണുന്നത്. ആ നിയമം പാലിച്ചാൽ അനുഗ്രഹം, നിയമം പാലിച്ചില്ലെങ്കിൽ ശാപം. ഈ നിയമത്തിന്റെ ശാപങ്ങൾ നമ്മുടെ മേൽ കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ഈ നിയമത്തിലൂടെ കടന്നു വരാൻ സാധ്യതയുള്ള ആ നിയമത്തിന്റെ ലംഘനങ്ങൾ മൂലം, ആ നിയമത്തോടുള്ള അനുസരണക്കേട് മൂലം നമ്മുടെ മേൽ കടന്നു വരാൻ സാധ്യതയുള്ള ആ ശാപം യേശു ക്രിസ്തു തന്റെ കുരിശു മരണത്തിലൂടെ എടുത്തു മാറ്റി നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമുക്കിനി ശാപം ഉണ്ടോ ഇല്ലയോ?
ഒരു ക്രിസ്ത്യാനിക്ക് ശാപമുണ്ടോ ഇല്ലയോ? പറ, നിങ്ങൾ പറ. ശാപമുണ്ടോ ഇല്ലയോ? ഗലാത്യ 3:13 പറയുന്നു, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ എല്ലാ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. നമുക്കോ നമ്മുടെ കുടുംബത്തിന് ശാപമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പറ. ഇല്ല. ആ വചനത്തിന്റെ സത്യത്തിൽ ശാപമില്ല. ഇനി ക്രിസ്തു എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി കാൽവരി കുരിശിൽ ബലിയായി തീർന്നു. എന്തിന്? നിയമത്തിന്റെ ശാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലോ? എന്റെ ഈ നിയമത്തിന്റെ ശാപത്തിൽ നിന്നുള്ള അവന്റെ കുരിശുമരണത്താലുള്ള വീണ്ടെടുപ്പിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലോ? ശാപമുണ്ടോ ഇല്ലയോ? ഇപ്പോ വചനം പറയാണ്, അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഓക്കെ, അവന്റെ മുറിവിനാൽ ഏശയ്യാ 53:5 പറയും, അവന്റെ ക്ഷതങ്ങളെ നമുക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ ആകാര ഭംഗിയോ രൂപഭംഗിയോ ഒന്നും ഉണ്ടായില്ല. അവന് നോക്കിയവർ മുഖം തിരിച്ചു കളഞ്ഞു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അപ്പൊ അവന്റെ ക്ഷതങ്ങളിൽ നാം സൗഖ്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസ് ആണ്. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അപ്പോ നമുക്കൊന്ന് ചില രോഗങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടൊന്നും പല രോഗങ്ങളുണ്ട് അല്ലേ? ചില രോഗങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. എന്നാൽ ചില രോഗങ്ങള് കർത്താവിന്റെ മുറിവിലേക്ക് ഞാൻ ചേർത്ത് വെച്ച് സൗഖ്യമെടുത്ത് മുന്നോട്ട് പോകുന്നതുണ്ട്. ഹല്ലേലൂയ. ചില രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൗഖ്യമെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോ ഓക്കെ, എനിക്ക് രോഗം വന്നു, താണ്ടെ ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഡോക്ടർ പറഞ്ഞ ഒരാഴ്ച ആന്റിബയോട്ടിക് കഴിക്കുക, അതിൽ നമുക്ക് ബാക്കി നോക്കാം. അപ്പൊ ഈ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്നിന്റെ ഇഫക്റ്റിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ രോഗിയായിട്ട് തുടരും. ആണല്ലോ അതാണല്ലോ എൻ്റെ അല്ലേ? മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. അപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി സ്വർഗീയ പിതാവ് എൻ്റെ ആത്മാവിൻ്റെ സൗഖ്യവും വിടുതലും കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ആത്മനാശത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും വീണ്ടെടുക്കാൻ വേണ്ടി പിതാവായ ദൈവം നൽകിയ മറുമരുന്നാണ് യേശുവിൻ്റെ കാൽവരി ബലി. അത് ഒരു വിധത്തിൽ ഞാൻ എടുക്കുന്നില്ല, കഴിക്കുന്നില്ല, ഞാൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടുമോ? എൻ്റെ ശാപം മാറോ? ഇല്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ശപിക്കപ്പെട്ട, ശാപം എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്ക്, ശാപം എന്നുള്ള മാറ്റി വയ്ക്കുക. അത് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കട്ടിയായിട്ട് തോന്നും വാക്ക് കേൾക്കുമ്പോൾ. ശാപം എന്നുള്ള വാക്കിന്റെ ആവശ്യമില്ല. ശാപത്തിന്റെ ഓപ്പോസിറ്റ് എന്നാ? അനുഗ്രഹം ആണല്ലോ. അപ്പോ യേശു നമ്മുടെ കൃത്യമായിട്ട് ബോധ്യം നമ്മുടെ മനസ്സിലാക്കാൻ, നമുക്കൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഇറ്റ്സ് എ പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ്. യേശുവാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ അനുഗ്രഹമില്ലാത്ത ഒരവസ്ഥ എന്ന് വിചാരിച്ചാൽ മതി. ശാപം എന്ന് പറയുന്നത് അനുഗ്രഹമില്ലാത്ത അവസ്ഥ എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി അതിന്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. എനിക്ക് അനുഗ്രഹമില്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടാത്ത അവസ്ഥ അല്ലെങ്കിൽ അനുഗ്രഹമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ യേശുവില്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. അതിനാണ് ഈ ശാപം എന്ന് പറയുന്നത്. കാരണം എന്താ? അവന്റെ മേൽ ഇപ്പോഴും നിയമത്തിന്റെ ശാപം നിൽക്കുക, അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ നിൽക്കുക, അവന്റെ അനുസരണക്കേടിലൂടെ കടന്നു വരാൻ സാധ്യതയുള്ള ആ ശിക്ഷ ഇന്നും അവന്റെ മേൽ നിൽക്കുകയാണ്. ആ ശിക്ഷയാണ് യേശു കാൽവരി കുരിശിൽ എടുത്തു മാറ്റിയത്. അപ്പോ ആ പാപത്തിന്റെ ശിക്ഷ, എന്റെ മേൽ കടന്നു വരാൻ സാധ്യതയുള്ള പാപത്തിന്റെ ശാപവും പാപത്തിന്റെ ശിക്ഷയും ഞാൻ കർത്താവിന്റെ കുരിശിലേക്ക് എടുത്തു വെക്കുമ്പോൾ, അവന്റെ ബലിയിലേക്ക് ഞാൻ ചേർത്ത് വെക്കുമ്പോൾ എന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്കുള്ള പരിഹാരമായി അതോ കർത്താവ് ഏറ്റെടുത്തു. ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടു. അത് ചേർത്ത് വെക്കാത്തിടത്തോളം കാലം ഈ പാപത്തിന്റെ ശിക്ഷ, അനുസരണക്കേടിന്റെ ശിക്ഷ, നിയമത്തിന്റെ ശാപം ഇപ്പോഴും ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലായിരിക്കുന്നവന് ശാപമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നത്. ഒരു വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നത് അതാണ്. യേശുക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിക്കാം. യേശുക്രിസ്തുവിൽ മാമോദീസായിലൂടെ ഒരുവൻ വീണ്ടും ജനനം പ്രാപിക്കാന്ന് പറഞ്ഞാൽ അവനെ ഈ ശാപത്തിന്റെയും പാപത്തിന്റെയും എല്ലാ നുഖങ്ങളിൽ അവൻ തകർത്തു. അതിന് തകർത്താണ് അവൻ മാമോദീസായിലൂടെ യേശുക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നത്.
ഇപ്പൊ നമ്മൾ ഓരോ കുമ്പസാരത്തിലൂടെയും കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അനുദിനം ഈ ഒരു വീണ്ടും ജനനം നമ്മളിൽ സംഭവിക്കുക. ഒരു വീണ്ടും ജനനം. യേശുക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. നിയമത്തിന്റെ സകല ശാപങ്ങളും നിയമത്തിന്റെ സകല ശിക്ഷയും നമ്മുടെ മേൽ കടന്നു വരാതിരിക്കാൻ യേശുക്രിസ്തുവിലുള്ള ഒരു വീണ്ടും ജനനം നമ്മളിൽ സംഭവിക്കണം. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അത് സംഭവിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഇന്നലകളിൽ ചെയ്തിട്ടുള്ള പാപത്തിന്റെ ആ ശിക്ഷ, പാപത്തിന്റെ ഭാരം, പാപം മൂലം നിൽക്കുന്ന അനർത്ഥങ്ങൾ ഇന്നും നമ്മുടെ മേൽ നിൽക്കുക. കാരണം എന്താ? ഇന്ന് വരെയും യേശുക്രിസ്തുവിനെ, അവന്റെ ബലിയെ, എന്റെ വീണ്ടെടുപ്പിന്റെ, എന്റെ രക്ഷയുടെ, എന്റെ സൗഖ്യത്തിന്റെ, എന്റെ ശാപത്തിന്റെ നുകങ്ങൾ തകർക്കുന്ന ആ വിഷയമായിട്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കാതെ എനിക്ക് വിടുതൽ കിട്ടില്ല. എന്റെ കുടുംബത്തിന് ആ മേഖലയിൽ വിടുതൽ കിട്ടില്ല. വർഷങ്ങളായിട്ട്, ചിലരുണ്ട് വർഷങ്ങളായിട്ട്, നാളുകളായിട്ട് ചില അനർത്ഥങ്ങളിലും അസ്വസ്ഥതകളിലും ഒക്കെ കഴിയുന്ന എത്രയോ പേരുണ്ട്. എത്ര കുടുംബങ്ങളുണ്ട് ഒരു ഗതിയില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾ. എന്നാ ചെയ്താലും ഗതി പിടിക്കാതെ ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട നിയമത്തിന്റെ ആ ശാപം, നിയമത്തിന്റെ ശിക്ഷ, അനുസരണക്കേടിലൂടെ നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ ശിക്ഷ നമ്മുടെ മേലുണ്ടോ, അപ്പോഴാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ നിയമാവർത്തന പുസ്തകം അതിൻ്റെ 27, 28 അധ്യായങ്ങളിലാണ് ഈ നിയമത്തിന്റെ ശാപത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അനുഗ്രഹങ്ങളെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ച്, അനുസരണക്കേണ്ട ശിക്ഷയെക്കുറിച്ചൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വചനഭാഗത്തിലുണ്ട്. നിങ്ങൾ സമയം കിട്ടും വായിച്ചാൽ മതി, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. 28 അധ്യായം, അതിന് മുമ്പുള്ള 27 അവസാന വാക്യങ്ങൾ, 12 ശാപങ്ങൾ, 28 അനുഗ്രഹങ്ങൾ, 15 മുതലുള്ള വചനങ്ങൾ അനുസരണക്കേടിന്റെ ശിക്ഷ. അതിലാദ്യം പറഞ്ഞോ, നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താന്ന്? നീ എന്നാ ചെയ്താലും ഫലമണിയേലെന്ന്. നീ എന്നാ കലാപരിപാടി തുടങ്ങിയാൽ, നീ എന്നാ ബിസിനസ് തുടങ്ങിയാലും, നീ എന്നാ കൃഷി ചെയ്താലും ഒന്നും അനുഗ്രഹിക്കപ്പെടുകയില്ല. വചനം പറയാണ്, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും, നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെട്ടവനായിരിക്കും, നിന്റെ സകല പ്രവൃത്തികളിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. എന്നാ ചെയ്താലും നീ കൈവയ്ക്കുന്നതൊക്കെ നഷ്ടമായിരിക്കും, ഒരിക്കലും അത് അനുഗ്രഹിക്കപ്പെടില്ല എന്ന്. അങ്ങനെ ഈ പറയുന്ന ആ ശാപത്തിന്റെ, അതായത് നിയമത്തിന്റെ ശാപത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന മുഴുവനും ആ നിയമത്തിന്റെ ശാപത്തെക്കുറിച്ചാണ്. അതിനെ തരുന്ന ശാരീരിക രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ക്യാൻസർ പോലുള്ള രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, മാരക രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അലർജി രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ അവിടെ. സാമ്പത്തിക അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്, മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നിയമത്തിന്റെ ശാപവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഏതെല്ലാം മേഖലകളാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ചില വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ്. കാരണം അതല്ലെങ്കിൽ ഈ നിയമത്തിന്റെ ശിക്ഷ, അനുസരണക്കേടിന്റെ ശിക്ഷ, അത് കർത്താവിൻ്റെ, അതാണ് നമ്മൾ പറയുന്നത്. ഒന്നില്ലെങ്കിൽ ആ വിഷയത്തിൽ വിടുതൽ കിട്ടാൻ കർത്താവിൻ്റെ കരുണയിലേക്ക്, അവൻ്റെ കുരിശുമരണത്തിലേക്ക്, ആ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലേക്ക് നമ്മളെ, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപമോചനം എടുത്ത് വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചാൽ പിന്നെ ഒരു തിന്മയ്ക്ക് നമ്മളെ തൊടാൻ പറ്റുകയില്ല, ഒരു ശാപവും നമ്മുടെ മേൽ ഏശുകയില്ല. അതുകൊണ്ടാണ് സംഖ്യ 23, 21 നമ്മൾ വായിച്ചതാണ്, കേട്ടതായിരിക്കും. യഥാർത്ഥ ഇസ്രായേലിന് മന്ത്രവാദമോ ആഭിചാരമോ കൂടോത്രമോ ഒന്നും ഏൽക്കുകയില്ല, ഒന്നും ഏൽക്കുകയില്ല. പലരുടെ പേടി എന്നാന്നറിയാം, ഇതെല്ലാം ഏക്കും എന്നുള്ളതാണ്. ഇതേക്കും എപ്പോഴാ? നിനക്കൊരു സംരക്ഷണം ഇല്ലെങ്കിൽ ഏക്കും. നീ കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ മുദ്രിതനാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അവന്റെ കാൽവരി യാഗത്തിന്റെ സംരക്ഷണം നിനക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് കേൾക്കും. നിന്റെ വീടിന് മതിൽ കെട്ടില്ല എന്ന് വിചാരിക്കും. പടിക്കടി പോകുന്ന പട്ടി ഇപ്പം നിന്നെ വീട്ടിൽ കയറി നിന്നെ കടിക്കും. അത് തന്നെ സംശയമുള്ള. ഇപ്പൊ പിന്നെ വഴിയിലേക്ക് ഇറങ്ങിയ പട്ടി ഓടിച്ചിട്ട് കടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങണ്ട, നീ വീട്ടിലിരുന്ന നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് പട്ടി കയറി കടിക്കാൻ. നിനക്കൊരു മതിൽ കെട്ടില്ല, ഒരു ചുറ്റുമതിലില്ല. എന്നാൽ ചുറ്റുമതിൽ വെച്ച് ഗേറ്റ് വെച്ചാൽ നീ അതിനുള്ളിൽ സുരക്ഷിതനാണ്, പട്ടിയുടെ കടി കേൾക്കുകയല്ല. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ആ സംരക്ഷണത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ അസ്വസ്ഥതകളൊക്കെ നമ്മുടെ മേലുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിയമത്തിന്റെ ചില അനുസരണക്കേടുകൾ, ദൈവം നൽകിയിരിക്കുന്ന നിയമത്തോടുള്ള ചില അനുസരണക്കേടുകൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ദൈവീക സംരക്ഷണത്തെ തകർത്ത് കളയും. ഇപ്പൊ ദൈവം ഒരു സംരക്ഷണത്തിന്റെ കവചം നമുക്ക് ചുറ്റും തീർത്തിട്ടുണ്ട്. ഒരു മതിൽക്കെട്ട്, ഒരു വേലിക്കെട്ട് നമുക്ക് ചുറ്റും തീർത്ത് നമ്മൾ അതിനുള്ള സുരക്ഷിതരാണ്. നമുക്ക് ദൈവിക സുരക്ഷിതത്വമുണ്ട്. എൻ്റെ അനുസരണക്കേട് മൂലവും എൻ്റെ അഹങ്കാരം മൂലവും
ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ വാതിൽ അങ്ങോട്ട് തുറന്നു, ആ ഗേറ്റ് അങ്ങോട്ട് തുറന്നു, അല്ലെങ്കിൽ മതിൽ അങ്ങോട്ട് ചാടി പുറത്തേക്ക് കടന്നു. എന്റെ അഹങ്കാരം കൊണ്ട് കർത്താവ് ഒരുക്കിയ ബൗണ്ടറി ഞാൻ ബ്രേക്ക് ചെയ്തു. വിശുദ്ധ ജീവിതത്തിന്റെ ഒരു ബൗണ്ടറി ഉണ്ട് കർത്താവ് തന്നിരിക്കുന്നത്. വിശുദ്ധ ജീവിതത്തിന്റെ ഒരു ബൗണ്ടറി ഉണ്ട്. ആ വിശുദ്ധ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ബൗണ്ടറിക്കുള്ളിൽ നീ ആണെങ്കിൽ നീ സുരക്ഷിതനാണ്. പക്ഷേ വിശുദ്ധ ജീവിതത്തിന്റെ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് നീ പാപം ചെയ്യുമ്പോൾ നീ ദൈവിക സംരക്ഷണത്തിൽ നിന്ന് പുറത്ത് കിടക്കുക. അവിടെ പട്ടി കടിക്കാം, പാമ്പ് കടിക്കാം, വണ്ടി ഇടിക്കാം, എന്ത് സംഭവിക്കാം. എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു പിടുത്തവും ഉണ്ടാവില്ല. ഹല്ലേലൂയ. കാരണം നീ ദൈവിക സംരക്ഷണത്തിന് ബോധപൂർവം പുറത്ത് കടന്നേക്കുക. നിന്റെ അഹങ്കാരം കൊണ്ട്, നിന്റെ സ്വാർത്ഥത കൊണ്ട്. അപ്പൊ അത് ദൈവിക സംരക്ഷണത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ദൈവിക സംരക്ഷണത്തിനാണെങ്കിൽ ഒരു മന്ത്രവാദം കേൾക്കല, ഒരു കൂടോത്രം കേൾക്കല, ഒരു ആഭിചാരക്രിയ കേൾക്കുക. യേശു ക്രിസ്തുവിലാണോ നീ സുരക്ഷിതനാണ്. ഒരു തിന്മയും നിന്നെ തൊടുകയില്ല. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ യോഹന്നാന്റെ ലേഖനം, അതിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വചനം ഒന്ന് വായിച്ച്. പാപം ചെയ്ത ദൈവിക സംരക്ഷണത്തിന് പുറത്ത് കടന്നാൽ മാത്രമേ ശൈത്യനെ തൊടാൻ പറ്റുള്ളൂ, തിന്മയ്ക്ക് നിങ്ങളെ തകർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദൈവിക സംരക്ഷണത്തിലാണ്. 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായം 18-ാമത്തെ വചനം ഉറക്കെ വായിച്ച്. ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും വീണ്ടും ജനനം, യേശുക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം പ്രാപിച്ചവൻ, അവൻ പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു. കാരണം എന്താ? അവൻ ആ വേലിക്കെട്ടിനുള്ളിലാണ്. അവൻ ദൈവം അവന് വേണ്ടി. അതുകൊണ്ടാണല്ലോ ജോബിന്റെ പുസ്തകം 1:10 നമ്മൾ വായിക്കുന്നുണ്ട്, ജോബിനും അവന്റെ വസ്തുവകകൾക്കും സമ്പത്തിനും ചുറ്റും ദൈവം വേലികെട്ടി സംരക്ഷണം നൽകി. ദൈവം വേലികെട്ടി സംരക്ഷണം നൽകി. അതിന് കാരണം പറഞ്ഞിരിക്കാൻ അവൻ നീതിമാനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, പാപത്തിൽ നൊഴിഞ്ഞു നിൽക്കുന്നവനായിരുന്നു. കുറെ കാര്യങ്ങൾ ജോബിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം എന്താ? അവൻ ദൈവത്തിനെതിരെ ചിന്തിക്കുക പോലും ചെയ്തില്ല, വാക്കുകൊണ്ട് പോലും ദൈവത്തിനെതിരെ സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ പാപരഹിത ജീവിതം നയിച്ച് അവൻ ദൈവിക സംരക്ഷണത്തിനുള്ളിൽ കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നിനും തൊടാൻ പറ്റിയില്ല എന്നാണ് വചനം പറയുന്നത്. കാരണം ദൈവം അവന് ചുറ്റും ഒരു വേലിക്കെട്ട് തീർത്തു. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേലിക്കെട്ട്, ദൈവം നമുക്കായി തീർത്തിരിക്കുന്ന വേലിക്കെട്ട് തകർക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ദൈവിക സംരക്ഷണത്തിലല്ല നമ്മൾ. അതാണ് ഈ പാപത്തിന്റെ അനർത്ഥം എന്ന് പറയുന്നത്, പാപത്തിന്റെ അപകടങ്ങൾ എന്ന് പറയുന്നത്, പാപത്തിന്റെ അസ്വസ്ഥതകൾ എന്ന് പറയുന്നത്. നമ്മൾ ബോധപൂർവം ദൈവിക സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടന്നു. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചില നിയമങ്ങൾ നമ്മൾ വളരെ ഷാർപ്പായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണുന്നത്? പക്ഷേ ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ മനസ്സിലാക്കിയ വിഷയങ്ങളായിരിക്കും. എന്നിരുന്നാൽ തന്നെയും വളരെ ഇങ്ങനെ ഗ്യാദർ ചെയ്ത് ഒരു 4-5 ഹെഡിങ്ങിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആ വിഷയങ്ങൾ എടുക്കുകയാണ്. ഒന്ന്, ഫസ്റ്റ്, വൈ ഓൾ ദീസ് തിങ്സ് ഹാപ്പനിങ്. എന്തുകൊണ്ടാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ശാപഗ്രസ്തമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചില കുടുംബങ്ങളിൽ മക്കൾ വിവാഹം, 3 പേരുടെ കല്യാണം നടക്കുന്നില്ല, അവിടെ വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വിവാഹം ഡൈവോഴ്സിലെത്തി. അങ്ങനെ 2 അതിലധികമോ അനർത്ഥങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുമ്പോൾ നമ്മൾ ആത്മശോധനയ്ക്ക് വിധേയമാക്കണം. ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ആദ്യം അനുദപിച്ചേറ്റു പറയണം. എന്നിട്ട് ദൈവകരങ്ങളിൽ ഇത് സ്വീകരിക്കാവൂ. എന്നിട്ട് ദൈവഹിതമാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടത് സ്വീകരിക്കാവൂ. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ടോ, ഈ അനർത്ഥങ്ങൾക്ക് കാരണമായി നിൽക്കുന്ന പാപമുണ്ടോ? പാപം ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് അനുദപിക്കണം. അല്ലാതെ കർത്താവ് നീ അനുവദിച്ചല്ലേ സന്തോഷം എന്ന് പറഞ്ഞ് എല്ലാ സഹനങ്ങളും ദൈവം അനുവദിക്കുന്നതല്ല. അത് മനുഷ്യനെ തെറ്റിദ്ധാരണ. എല്ലാ സഹനങ്ങളും ദൈവം അനുവദിക്കുന്നതല്ല. എല്ലാം ദൈവം അറിയുന്നുണ്ട്, എല്ലാം ദൈവം അറിയുന്നുണ്ട്, പക്ഷെ എല്ലാം ദൈവം അനുവദിക്കുന്നതല്ല. അപ്പോ ദൈവം അനുവദിക്കാത്തതിന് നമ്മൾ താലോലിച്ച് പാല് കൊടുത്ത് വളർത്തേണ്ട കാര്യമില്ല. ചില രോഗങ്ങള്, ചില തകർച്ചകള്, ചില തടസ്സങ്ങള്, അതെല്ലാം ദൈവം അനുവദിക്കുന്നൊന്നുമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം അനുവദിക്കാത്തതിന്റെ പിന്നിലുള്ളത് അത് പാപത്തിന്റെ അനർത്ഥമാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അനുദപിച്ചേറ്റ് പറയുന്നത്. അതല്ല, അങ്ങനെ ഒരു വിഷയമില്ല എങ്കിൽ 2 കൈ നീട്ടി കർത്താവിനെ സ്വീകരിച്ചോ. കർത്താവേ, ഇതാ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. ഈ നിലകളിൽ നന്മ സ്വീകരിച്ച് ഞാൻ ഇതാ നീ തന്ന അനുവദിച്ച ഈ തിന്മ എല്ലാം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ കഴിവുള്ളവന്റെ കയ്യിൽ നിന്ന് ഇതാ ഞാൻ ഈ തിന്മ സ്വീകരിക്കുന്നു. താൽക്കാലികമായിട്ട് തിന്മയെന്ന് തോന്നുന്ന ഈ വിഷയത്തെ ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാൻ സ്വീകരിക്കുന്നു. കാരണം തിന്മ പോലും നന്മയാക്കി പരിണമിപ്പിക്കാൻ
കഴിവുള്ളവനാണ് എൻ്റെ ദൈവം എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ ആ ബോധ്യത്തോടുകൂടി തന്നെ സന്തോഷത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത്. അതിനും അവസാനം ജോബിന്റെ പുസ്തകം അവസാനിക്കും പറയുന്നത് എന്നാ? ജോബിന് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി കർത്താവ് നൽകി. ഹല്ലേലൂയ. ജോബിന് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി കർത്താവ് നൽകി എന്നാ പറയുന്നത്. ഇരട്ടിയായിട്ട്, എല്ലാം ഇരട്ടിയായിട്ട് കർത്താവ് നൽകി. വാക്കുകൊണ്ട് പോലും ജോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അപ്പോ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചില അനർത്ഥങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങളെ നമ്മൾ കണ്ടുപിടിക്കണം. അത് പാപത്തിന്റെ വിഷയങ്ങളല്ല എങ്കിൽ വിട്ടേക്കുക, തമ്പുരാന്റെ മുമ്പിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ചില അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില നിയമത്തിന്റെ അനുസരണക്കേടിന്റെ വിഷയങ്ങൾ, അതാണ് നമുക്ക് ഇങ്ങനെയുള്ള അനർത്ഥങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ. സിൻ അഗെയിൻസ്റ്റ് ദ ഫസ്റ്റ് കമാൻഡ്മെന്റ്സ്. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം. സത്യ ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിക്കുന്നത്, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്തും പാപമാണ്. ഹല്ലേലൂയ. എനിക്ക് വളരെ വേദനയുണ്ട്. കഴിഞ്ഞ ധ്യാനത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ വളരെ വേദനയോട് പറയട്ടെ, നല്ലൊന്നും അതിന് സത്യക്രിസ്ത്യാനിയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്നത്, അവൻ എവിടെയോ പോയിട്ട് ജാതകം എഴുതിച്ച് കൈവച്ചേക്കും, അവന്റെ ജാതകം. എന്നിട്ട് അവൻ അതിനനുസരിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്, ജാതകത്തിനനുസരിച്ച്. കുറെ നാൾ മുമ്പ് ഒരുത്തനെ, ഒരു അക്രൈസ്തവനെയാണ് കൂട്ടിക്കൊണ്ടുവന്നവൻ, നമ്മുടെ പയ്യനാണ്. അവൻ കൂട്ടിക്കൊണ്ടുവന്ന കാരണം അവൻ്റെ അമ്മ, അക്രൈസ്തവ പയ്യൻ്റെ അമ്മ പറഞ്ഞാടാ, നീ ഇവനെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്കൊന്ന്, വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറക്കാവോ എന്ന് ചോദിച്ചു. കാരണം എന്താ, അവന് 26 വയസ്സായി, 26 25 വയസ്സോ അവന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ 26-ാം വയസ്സിൽ മരിക്കുന്നു. 26 വയസ്സ് ആയുസുള്ളൂ അവന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, 25 വയസ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി കട്ടിലേക്ക് കയറി കിടക്കുക. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? ഞാനിനി അധികം നാളൊന്നുമില്ല, മരിക്കാൻ പോകല്ലേ. പുള്ളി പുറത്തിറങ്ങുന്നില്ല, പുള്ളി ജോലിക്ക് പോകുന്നില്ല, സകല കലാപരിപാടികൾ അവസാനിപ്പിച്ച് കട്ടിലെ കിടക്കുക, റെഡിയായിട്ട്. എന്നെ ഇനി കാലം വന്ന് കൊണ്ടുപോയാൽ മതി എന്നാണ് പറയുന്നത്. വെറുതെ കിടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, 26 വയസ്സുള്ള ഒരുത്തൻ നാളെ മരിക്കുന്ന അവന്റെ ജാതകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കട്ടിലേക്ക് കയറി രാവും പകലും വെറുതെ ഒരു പരിപാടിക്ക് പോകാതെ കട്ടിലെ തന്നെ കടന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്. സഹി കെട്ടിട്ട് ഈ അമ്മ ഇവന്റെ കൂട്ടുകാരനാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്, നീ എന്തേലും ഇവനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവന്റെ നിർബന്ധപ്രകാരമാണ് അവനെ പൊക്കി ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ അവനൊരു കൗൺസിലിംഗ് കൊടുത്ത് അവസാനം പിടിച്ച് അവനെ ഞാൻ ധ്യാനത്തിനിരുത്തി. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഏതായാലും 26 കഴിഞ്ഞ് 27 കഴിഞ്ഞ് ഇപ്പോഴും പുള്ളി ആള് ജീവിച്ചിരിപ്പുണ്ട്. 27 ആണ്ടായി തോന്നുന്നു, കുറച്ച് വർഷമായില്ലോ, 1.5 വർഷം ഒന്നിച്ചായി. ചത്തടൊന്നുമില്ല, പുള്ളി ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ജാതകത്തിൽ, അവന്റെ ജാതകത്തിൽ എഴുതാണ് അവൻ 26 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന്. ഇത് അവന്മാര് വിശ്വസിച്ചോട്ടെ, പോട്ടെ. നമ്മുടെ സത്യക്രിസ്ത്യാനികൾ ഈ കലാപരിപാടിക്ക് പോയിട്ട് ഈ ജാതകം എഴുതിച്ചേണം പോക്കലിട്ടേക്കും ഒരു പേപ്പറിൽ ജാതകത്തിന്റെ കോപ്പി. ധ്യാനത്തിന് വന്നേക്കുന്നേ എന്തൊരവസ്ഥയാന്ന് നോക്കിയേ. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്തും പാപമാണ്. യേശു ഏക സത്യ ദൈവമാണെന്നും അവൻ മാത്രമാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ അവൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി എന്നെ വീണ്ടെടുത്തതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്തും പാപമാണ്. ചിലരൊക്കെ വീട് വെക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ചിലരൊക്കെ വീടിൻ്റെ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പഞ്ചലോഹത്തിലാണ് ഇത് പണിയുന്നത്. പിന്നെയുള്ള സകല കലാപരിപാടികളും ചെയ്തു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് എന്നാണോ പോയി കാട്ടിക്കൂട്ടുന്നത്. ഭവനത്തിന്റെ അടിസ്ഥാനങ്ങളിൽ വരെ തിന്മയാണ്. എന്നിട്ട് ആ കുടുംബത്തിലാണ് താമസിക്കുന്നത്. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനത്തിലൂടെയാണ് ഭവനത്തിന്റെ അടിസ്ഥാനം ഇട്ടേക്കുന്നത്. എന്നിട്ട് ആ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിട്ട് സ്വസ്ഥതയില്ല, ഉറക്കമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സാമ്പത്തികം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പോകുന്ന വഴികളൊക്കെ പരാജയത്തിന്റെ വഴികളാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് അഹങ്കാരി, ദൈവത്തെ ആരാധിക്കാൻ, സത്യദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തവൻ അഹങ്കാരിയാന്ന് പറയും. കാരണം അവൻ ദൈവത്തിൽ നകലുന്നു. അഹങ്കാരി, അവൻ ദൈവത്തിൽ നകന്നു. അവന് ദൈവമില്ല. അല്പാൽപമായിട്ട് ദൈവത്തിൽ നകലുന്നു. മാത്രമല്ല അവൻ അവസാനം പാപത്തിൽ നിബന്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ എവിടെയെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല മന്ത്രവാദോ ആഭിചാരമോ കൂടോത്രോ അങ്ങനെയുള്ള ആരെങ്കിലും പോയി കാണുകയോ കൈനോട്ടോ ഇങ്ങനെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് സത്യ
വിശ്വാസത്തിന് നിരക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കണം. ആ നിയമത്തിൻ്റെ ശാപം വചനം പറയുന്നുള്ളൂ. വിഗ്രഹാരാധനയെക്കുറിച്ച് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കർത്താവിന് നിന്ദ്യമായ ശില്പവേല അത് രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവന് ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ആ നിയമത്തിൻ്റെ ശാപത്തിൻ്റെ ഏതെങ്കിലും കെട്ടുകൾ നമ്മളിലുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു ഏറ്റെടുത്തതാണ്, നമ്മെ വീണ്ടെടുത്തതാണ്, വിശുദ്ധീകരിച്ചതാണ്, രക്ഷിച്ചതാണ്. നമ്മൾ ക്രിസ്തുവിലേക്ക് അത് എത്തിച്ചാൽ മാത്രം മതി. നമ്മുടെ കുടുംബമായിട്ടായിരിക്കും നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ പോയ വഴികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം. നമ്മൾ താമസിക്കുന്ന ഭവനത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകാം. പറഞ്ഞു കേട്ട അറിവുള്ളായിരിക്കും, മതി. അത് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതിൻ്റെമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കുറേ കഞ്ഞിക്കോണ് പോലത്തെ സാധനങ്ങൾ, വായുദേവന് പോകാനുള്ള തുളയിടുന്ന പരിപാടികൾ, എന്തെല്ലാം പരിപാടികളാണെന്ന് പറയുന്നത് നടക്കുന്നത്. സ്റ്റെപ്പ് ശരിയില്ല, അനുഗ്രഹത്തിൻ്റെ സ്റ്റെപ്പ് ശരിയല്ലാത്തതുകൊണ്ട് ഒരു പുള്ളി സ്റ്റെപ്പിൻ്റെ എണ്ണം കൂട്ടി. മറ്റേ ലാഭം നഷ്ടം സ്റ്റെപ്പ് ഇടുന്നതന്നെ പറയും. ലാഭം നഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇട്ട് അവസാനം വന്നപ്പോൾ നഷ്ടത്തിലങ്ങാണ്ടായിരുന്നു അവസാനിക്കുന്ന സ്റ്റെപ്പേ. പാല വന്നപ്പോൾ ആശാരി അങ്ങോട്ട് വന്നപ്പോഴാണ് നോക്കിയിട്ട്, അത് എടാ നിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, ഇത് കംപ്ലീറ്റ് ഇത് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം എന്താ, നിനക്ക് നഷ്ടത്തിലായി സ്റ്റെപ്പ് അവസാനം. മുകളിലേക്ക് വരുന്ന സ്റ്റെപ്പ് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത്. പുള്ളി എണ്ണിയപ്പോൾ എന്തോ നഷ്ടത്തിൽ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ അത് എണ്ണം കൂട്ടണമെന്ന് മതി. പിന്നെ പുള്ളി തല്ലി പൊട്ടിച്ചിട്ട് അവിടെ ഈ പറയുന്ന പോലെ ഒരു സ്റ്റെപ്പ് രണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാക്കി എണ്ണം കൂട്ടി. പുള്ളിയുടെ അമ്മായപ്പം വന്ന് തട്ടി വീണ് തല പൊട്ടി പൊളിച്ച് അവസാനം കൂടുതൽ അപകടമായതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് അനുഗ്രഹമൊന്നും ഉണ്ടായില്ല. കാരണം സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോർമലി നമ്മൾ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ഒരു ഋതമുണ്ട്. ആ ഋതം മാറിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും തട്ടി വീഴും. അന്ന് മര്യാദയ്ക്ക് നോർമലി സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നത് ആ സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ട് ആ സ്റ്റെപ്പിൻ്റെ ഷേപ്പ് എണ്ണം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചെറുതായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശ്രദ്ധിക്കുകയില്ല. അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവരായിരിക്കും. അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനം ഈസ് എ പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ അറിയേണ്ടത്. എൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്നിൽ കർത്താവുണ്ടോ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അത് വേറെ ഒരു കാര്യം നോക്കേണ്ട കാര്യമില്ല. ഒരു കാലം നമ്മൾ ക്രിസ്തുവില്ലാത്തതാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം. പിന്നെ ഭൗതിക അനുഗ്രഹങ്ങളെ മാത്രം എടുത്തു വെച്ചിട്ട് ഇതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയരുത്. എൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങളെ കണ്ടിട്ട് അതിൻ്റെ പേരിൽ ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എത്ര കണ്ട് ഭൗതിക വളർച്ച ഉണ്ടെങ്കിൽ സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിലും അവൻ ആത്മീയമായി ശുഷ്കിച്ചവനായിരിക്കാം. അവൻ ആത്മീയ വളർച്ച ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാമ്പത്തികമായിട്ട് വളർന്നു എന്നതിൻ്റെ പേരിൽ അവൻ ആത്മീയ വളർച്ച ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് സാമ്പത്തിക വളർച്ച ഒരിക്കലും ഒരു ആത്മീയ വളർച്ചയുമായിട്ട് കണക്ട് ചെയ്യേണ്ട വിഷയമല്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ ആത്മരക്ഷയുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ആത്മാവിന്റെ മേല് ആ സ്വതന്ത്രമായി ആത്മാവിന് ദൈവസ്നേഹത്തിലേക്കും ദൈവസന്നിധിയിലേക്കും ചലിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ ക്ഷേമസ്ഥിതിക്ക് അനുസരിച്ച് ബാക്കി കാര്യങ്ങളിലൊക്കെ അനുഗ്രഹം ഉണ്ടാവും. അല്ലാതെ ബാക്കി കാര്യങ്ങൾ അനുഗ്രഹം ഉണ്ടായിട്ട് എൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാക്കാന്നുള്ളതല്ല. നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി, ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണോ, നിന്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാവും. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവും. അതാണ് യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ ലേഖനം 2-ാമത്തെ വചനം പറയുന്നത്. നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതിക്ക് അനുസരിച്ച് ബാക്കി എല്ലാ മേഖലകളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ആത്മാവിന്റെ അതുകൊണ്ട് ധ്യാനം കൂടുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും തന്നെ. കുറെ നാളുകളായിട്ട് തടസ്സപ്പെട്ട് കിടന്ന ജോലി, വിസ, തലമുറകൾ, ഇതൊക്കെ ധ്യാനം ഒരു 4-5 ദിവസം ധ്യാനം കഴിയുമ്പോൾ ഈ മേഖല അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയാ? നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയർന്നു. നീ ധ്യാനം കൂടാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആത്മാവിന്റെ അവസ്ഥയല്ല, നിന്റെ ആത്മീയ ജീവിതമല്ല. 3-4 ദിവസം വചനം കേട്ട് കഴിഞ്ഞപ്പോൾ നീ കർത്താവിനോട് അടുത്തു. യേശുവിൽ വസിക്കാനും ദൈവസ്നേഹത്തിൽ നിന്നെ സമർപ്പിക്കാനും നീ തയ്യാറായി. പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാൻ തയ്യാറായി. അപ്പോൾ നിന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയർന്നു. ആത്മാവിന്റെ ക്ഷേമസ്ഥിതി ഉയരുമ്പോൾ ബാക്കി എല്ലാ മേഖലകളിലും നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അതൊരു സ്വീക്വൻസ് ആണ്. അത് നോർമലി സംഭവിക്കും. ഹല്ലേലൂയ. അത് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും വേണ്ട, നോർമലി സംഭവിക്കും. മുകളില് ടാങ്കിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ അതിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകും. അത് നോർമലാണ്. അപ്പൊ അതിനെവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, ഏതെങ്കിലും കരടോ ഇതൊക്കെ എറിയിപ്പുണ്ടെങ്കിൽ ആ കരട് മാറ്റിക്കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും വെള്ളം ഒഴുകും. കിച്ചണിലേക്ക് വെള്ളം പോകും, ടോയ്ലറ്റിലേക്ക് വെള്ളം പോകും, എവിടെയൊക്കെ വെള്ളം വേണോ അവിടെ എല്ലാം വെള്ളം ഒഴുകും. നിസ്സാര കാര്യമായിരുന്നു.
ആത്മാവിന്റെ ക്ഷേമസ്ഥിതി റെഡിയായി കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത്. ബാക്കി എല്ലാ മേഖലകളിലും ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് വചനം പറയുകയാണ്. അപ്പോൾ ആരാധിക്കപ്പെടേണ്ടവൻ ദൈവമാണ്, ദൈവം മാത്രമാണ് ആരാധനയുടെ വിഷയം. അതിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്തും പാപമാണ്. അല്ലെങ്കിൽ ആരാധിക്കാൻ മറന്നു പോകുന്നവൻ പാപത്തിലേക്ക് പോകുന്നു എന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ ആദ്യ അധ്യായത്തിൽ നല്ല ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുരുഷനും തമ്മിലുള്ള പാപത്തിലേക്കും സ്ത്രീയും തമ്മിലുള്ള പാപത്തിലേക്കൊക്കെ ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തതിന്, മ്ലേച്ഛ പാപങ്ങളിലേക്ക് ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തതിന് കാരണം ആരാധിക്കേണ്ടതുപോലെ ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോയത് കൊണ്ടാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില മ്ലേച്ഛ പാപങ്ങൾക്ക്, ആണും തമ്മിലുള്ള പാപം, സ്വവർഗരതിയിലേക്ക്, പെണ്ണും തമ്മിലുള്ള ഈ മ്ലേച്ഛ പാപങ്ങളിലേക്ക് ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തതിന് കാരണം ദൈവത്തെ ദൈവമായി കണ്ട് ആരാധിക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് ഈ പാപങ്ങൾക്ക് ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തതെന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആദ്യ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നത്, കാരണം ദൈവം മാത്രമാണ് ആരാധനയുടെ വിഷയം. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന നമ്മൾ കൊടുക്കണം, അത് മറന്നു പോകരുത്. ഇനി അടുത്തത് 2, ബ്ലഡ് സിൻസ്, രക്തപാപങ്ങൾ. ബ്ലഡ് സിൻസ്, രക്തപാപങ്ങൾ. അങ്ങനെ ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന് ശരിക്കും ആത്മശോധന ചെയ്യണം. ഇത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപമാണെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന വിഷയമാണ്. സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപമാണ് രക്തപാപം. കായനോട് കർത്താവ് പറഞ്ഞാൽ, എടാ നിന്റെ സഹോദരന്റെ രക്തം വീണ മണ്ണ് ഇതാ സ്വർഗത്തെ നോക്കി നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപമാണ്. ഒരിക്കലും ഒരു രക്തക്കറ വീട്ടിൽ വീടരുത്. ഡയറക്റ്റ് കൊലപാതകമൊന്നും നമ്മൾ ആരും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അബോർഷൻ മൂലമുള്ള പാപങ്ങൾ കുടുംബത്തിൽ സംഭവിക്കാം. അബോർഷൻ ചിന്തിക്കാൻ പോലും പാടില്ല ആ വിഷയത്തിൽ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ ഭർത്താവിടെ, അവിടെ ആദ്യത്തെ കുഞ്ഞാണെന്ന് ഓർക്കണം. ഈ പെണ്ണിനാണെങ്കിൽ രോഗമൊക്കെ ഉള്ളതാണ്, PCOD-യുടെ അസുഖവും പിന്നെ തൈറോയിഡിന്റെ അസുഖവും, കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമെന്നുള്ള കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുള്ളതാണ്. അപ്പോൾ അതിനിടയിൽ ഇവർ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിന് വേണ്ടി അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. കാരണം ജോലി സെറ്റിലാകണം, വിദേശത്ത് പോകണം, OET പരീക്ഷ പാസ്സാകണം എന്നൊക്കെ ആയിരുന്നു ചിന്ത. അപ്പം എങ്ങനെ നോക്കിയിട്ടും ഇവള് പഠിപ്പിച്ച് എല്ലാവരും പാസ്സായി വിദേശത്ത് നിന്ന്, ഇവള് മാത്രം പാസ്സാകുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ നൽകുന്നൊരു സന്ദേശം. ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കുകയാണ്. അത് കേട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അവൾ സ്വന്തം വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇവരറിഞ്ഞു. ഇവളുടെ ഹസ്ബൻഡ് വീട്ടിൽ പറഞ്ഞു, സ്വന്തം വീട്ടിൽ പറഞ്ഞിട്ടില്ല. കാരണം വീട്ടിൽ പറഞ്ഞാൽ അപ്പനും അമ്മയും തെറി പറയുന്നു, എന്തിനാ ഇപ്പോഴേ കുഞ്ഞിനുണ്ടാക്കിയെന്ന് വെച്ചു. ഇവൾക്ക് വല്ലാത്ത ഭയവും പേടിയാണ്. സ്വന്തം അപ്പനോടും അമ്മയോടും തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നു എന്ന് പറയാൻ ഇവൾക്ക് പേടിയാന്ന്. കാരണം എന്താ, അവർ പറഞ്ഞാൽ നീ എവിടെയെങ്കിലും സെറ്റിലായിട്ടൊക്കെ കുഞ്ഞിനെ ആലോചിച്ചാൽ മതി. അപ്പനും അമ്മയാണോ? ഇവരൊരു കുടുംബമല്ലേ. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവരൊരു കുടുംബമാണ്. അപ്പനെ അമ്മയും അനുസരിക്കാൻ അവർ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പനെ അമ്മയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെതായ തീരുമാനമുണ്ട്. അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു, അതുകൊണ്ട് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനിക്കാൻ അപ്പനും അമ്മയല്ലല്ലോ വളർത്താൻ പോകും. നിങ്ങളല്ലേ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. നിങ്ങളുടെ തലമുറയല്ലേ നിങ്ങൾ കർത്താവിൽ നിന്നും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദൈവം ദാനമായി തരുന്ന കുഞ്ഞുങ്ങളോട് ഒരിക്കലും നോ പറയരുത്. ഇത് കൊലപാതകത്തിന് തുല്യമാണ്, രക്തപാപമാണ്. ഹല്ലേലൂയ. രക്തപാപമാണ്, രക്തക്കറയാണ്. അത് സ്വർഗത്തെ നോക്കി നിലവിളിക്കും. ഞാൻ പെങ്കൊച്ചിനെ കണ്ടു, ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഫോണിലൂടെയും പ്രാർത്ഥിച്ചു, ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. അച്ഛൻ എനിക്ക് വല്ലാത്ത ഭയമാണ്, എനിക്കങ്ങോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ട ശരിയാകുകയല്ല. ഞാൻ പറഞ്ഞു ശരിയാകും. അല്ല എൻ്റെ മാതാപിതാക്കൾ അത് പ്രശ്നമാക്കും. മാതാപിതാക്കൾ പ്രശ്നമാക്കിക്കോട്ടെ, മാതാപിതാക്കൾ പ്രശ്നമാക്കിക്കോട്ടെ. നീ, നിന്റെ ഭർത്താവ്, നിന്റെ കുഞ്ഞ്, ഇതാണ് ഒരു കുടുംബം. അത് കഴിഞ്ഞിട്ട് നിന്റെ അപ്പനും അമ്മയും വരുന്നുള്ളൂ, അവൻ്റെ അപ്പനും അമ്മയും വരുന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഈ വിവേകമില്ലാത്ത, വിവരക്കേട് പറയുന്ന കുറെ മാതാപിതാക്കൾ. അതുകൊണ്ട് എത്ര മക്കളുടെ ദാമ്പത്യമാണെന്നറിയാം തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ഒത്തിരി മാതാപിതാക്കളില്ല. എന്നാലും ഞാൻ പറയട്ടെ, ദയവായിട്ട് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ കോലിട്ടിളക്കാൻ പോകരുത്. അവരെ സമാധാനത്തിൽ വിട്ടയക്കി. വചനം പറയുന്നത് അവരെ സമാധാനത്തിൽ വിട്ടയക്കി. എന്തോരം പ്രശ്നങ്ങൾ ഓരോ ദിവസം നമ്മൾ കേട്ട് ചില സമയത്ത് നമ്മുടെ
തല പൊട്ടാൻ പോലും മതി. ഈ ക്ലാസ് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും, ഡൈവേഴ്സും വേണമെന്ന് പറഞ്ഞിട്ട് അടുത്ത ഫാമിലി. പല കുടുംബങ്ങളുടെയും ഡൈവേഴ്സിന്റെ കാരണം ഇപ്പൊ കിടക്കുന്നുണ്ടെന്നാണ്. അവിടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നം, മാതാപിതാക്കളുമായിട്ട് ഒത്തുചേരാൻ പറ്റുന്നില്ല. അവിടെ കുടുംബാംഗങ്ങളായിട്ട് പ്രശ്നമുണ്ട്. ഭാര്യയുടെ വീട്ടുകാർ, ഭർത്താവിന്റെ വീട്ടുകാർ, അവർ പറഞ്ഞു, അവരിങ്ങനെ ചെയ്തു, അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നത്തിന്റെ ആരംഭം കിടക്കുന്നതും അതിങ്ങനെ കുളവാക്കിയിട്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ വലിയ പ്രശ്നവുമില്ല. ഒരു ഡൈവേഴ്സിൻ്റെതായ ഒരു പ്രശ്നം ചിലപ്പോൾ ഭാര്യയും ഭർത്താവ് തമ്മിലില്ല. പക്ഷെ ഇവരുടെ മാതാപിതാക്കൾ ഇവർ ഒരുമിച്ച് ജീവിക്കാനോട്ട് സമ്മതിക്കൂല. എന്തൊരു അവസ്ഥയാന്ന് നോക്കിക്കേ. നിസ്സാര കാര്യത്തിനെ കുടുംബ മഹിമയും പറഞ്ഞ് അതും ഇതെല്ലാം പറഞ്ഞ് ഒരു ബന്ധം മുറിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് കാൽവരി കുരിശിൽ ചങ്കിൽ അവസാനത്തുള്ളി രക്തവും നൽകിയിട്ട് എങ്ങനെ ഈ ബന്ധം പുനഃസ്ഥാപിക്കാമെന്ന യേശു നോക്കിയത്. തകർന്നു പോയ ഒരു ബന്ധത്തെ പുനഃസ്ഥാപിക്കാനാണ് കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നത്. എന്നിട്ട് അതിനെ നിഷേധിക്കുന്ന രീതിയിൽ ഒരു ബന്ധം എങ്ങനെ മുറിക്കാന്നാണ് ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു ബന്ധം തകർക്കാം എന്നാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കുടുംബങ്ങളിലും. വല്ലാത്ത അപകടമാണ്, പൈശാചികതയാണ്, അത് ഭിന്നതയുടെ സ്പിരിറ്റ് ആണ്. ഇത് പൈശാചിക അരൂപിയാണ്, സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ, ഭിന്നതയുടെ അരൂപിയാണ്. ഹല്ലേലൂയ, ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ തലമുറകൾ എത്ര മക്കളെ ജനിപ്പിക്കണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ തീരുമാനമായിട്ട് മാറരുത്. 2 എണ്ണം കഴിഞ്ഞ് 3ാമത്തെ കഴിയുമ്പോഴേക്കും ഡോക്ടറിൻ്റെ അടുത്ത്, ഡോക്ടറാണ് പിന്നെ അടുത്ത ഉപദേശം കൊടുക്കുന്നത്. 3ാമത്തെ ഡെലിവറി ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഡോക്ടറിൻ്റെതായ ഒരു ഉപദേശം, ഡോക്ടറാണ് നിങ്ങളുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത്. ഞാൻ പച്ചയ്ക്ക് ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. ഇങ്ങനെ ഞാനവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഡോക്ടർ പറഞ്ഞാലും നാളെ ഞങ്ങൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് അവളെ കൊണ്ടുവരും. കാരണം എന്താ, ഇത് 3ാമത്തെ അല്ലേ, ഡോക്ടർ പറഞ്ഞു 3 ആയില്ലേ, നമുക്കിനി ഇത് അങ്ങോട്ട് ക്ലോസ് ചെയ്താലോ എന്ന്. ഞാൻ ചോദിച്ചു, ഡോക്ടറാണോ നിങ്ങളുടെ മക്കൾക്ക് എത്ര മക്കളെ ജനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഡോക്ടറാണോ? മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണോ തീരുമാനിക്കുന്നത്? ഡോക്ടറാണോ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കണത്? നിന്റെ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് നിരക്കാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്. ഇനി ആ കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് വാ, ഞാൻ തരാം കുഞ്ഞിനെ വളർത്താനുള്ള കാര്യങ്ങൾ. ഇനി 4ാമതൊരു കുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടായാൽ. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഇവർ പറഞ്ഞു, അച്ഛാ നാളെ ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്, ഒരു ചെറിയ കാര്യങ്ങൾ കൂടെ ഉണ്ട്, കാരണം 3 ആയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനങ്ങോട്ട് നമുക്ക് ഇപ്പോഴാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകുമല്ലോ. എവിടെ വരെ പോകും ഒരുമിച്ച്? 4ാമതൊരു കുഞ്ഞിനെ ദൈവം തരാൻ ആഗ്രഹിച്ചിട്ട് നീ അതിനോട് നോ പറഞ്ഞാൽ അതും കൊലപാതകത്തിന് തുല്യം തന്നെയാണ്. അല്ലാതെ ഉദരത്തിൽ കുഞ്ഞായിട്ട് വെട്ടി നുറുക്കുന്നത് മാത്രമല്ല, ദൈവം 4ാമതൊരു കുഞ്ഞിനെ ഈ ലോകത്തിൽ ജനിപ്പിക്കാൻ, നിന്നിലൂടെ ജനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ അതിനോട് നോ പറഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ നോ പറഞ്ഞാൽ അതും ഒരു ഇൻഡയറക്റ്റ് കൊലപാതകമാണ്. ഹല്ലേലൂയ. അതൊരിക്കലും സംഭവിക്കരുത്. ഒരു രക്തക്കറ കുടുംബത്തിൽ വീഴരുത്. നിന്റെ ഉദരം ഒരിക്കലും ഒരു കൊലക്കളമായിട്ട് മാറരുത്. ഇങ്ങനെ സംഭവിച്ച് ഇങ്ങനെ കടന്നുപോയ, അബോർഷനിലൂടെ കടന്നുപോയ അനേകം മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിൽക്കാലങ്ങളിൽ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്പിരിച്വൽ അറ്റാക്കാണ്. അവർ കുറ്റബോധത്തിലേക്ക് വീഴും, മാനസിക സംഘർഷത്തിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിക്കോ, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ഡിപ്രഷനാവും. ഇപ്പൊ നിങ്ങൾ കാരണങ്ങൾ അന്വേഷിച്ചു, ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റില്ല. സമാന കാലങ്ങളിൽ സമീപകാലങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടുമില്ല, വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അതിൻ്റെ ആ ഒരു അറ്റാക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഒരു കുറ്റബോധത്തിലേക്ക്, ഒരു ഡിപ്രഷനിലേക്ക്, ഒരു മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ കടന്നുപോകും. ഉറക്കമില്ലാത്ത രാത്രികളിൽ പിൽക്കാലങ്ങളിൽ സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ കാരുണ്യത്തിൽ അവയെ സമർപ്പിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എപ്പോഴും ചെയ്യേണ്ടത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ഇനി ഡയറക്റ്റോ അല്ലെങ്കിൽ അബോർഷനോ ഇതുമല്ലാതെ വചനം പറയുന്ന മറ്റൊരു കൊലപാതകമാണ്, നിന്റെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. മീൻസ് ദ സെയിം റിസൾട്ട്. സ്വന്തം സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്നാണ് വചനം പറയുന്നത്. നമ്മൾ ആരെയും കൊല്ലാൻ പോയിട്ടില്ല, നമ്മളൊരു അബോർഷൻ നടത്തിയിട്ടില്ല. ഇവിടെ സ്വന്തം കൂടപ്പുറപ്പായിട്ട് മിണ്ടിയിട്ട് വർഷങ്ങളായി, സ്വന്തം അയൽവാസികളായിട്ട് മിണ്ടിയിട്ട് നാളുകളായി, സ്വന്തം അപ്പനും അമ്മയായിട്ട് മിണ്ടിയിട്ട് നാളുകൾ. നോക്കി ആലോചിച്ചോക്കെ. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. വചനം പറയുന്ന ഇതാ നിന്റെ സഹോദരന്റെ രക്തം വീണ മണ്ണ് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു. സഹോദരനോട് വെറുപ്പ് സൂക്ഷിച്ചാൽ ആ കായേനോട് കർത്താവ് പറഞ്ഞ ശാപവാക്കുകളുണ്ടല്ലോ, അത് തന്നെ നമ്മൾ സംഭവിക്കുന്നത്.
മണ്ണ് പോലും ഫലം തരില്ലെന്നാണ് പറഞ്ഞത്. ഒരു സഹോദരങ്ങളായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഏരിയ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. സഹോദര ബന്ധം മുറിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഏരിയയിൽ ഇത് ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ള വിഷയം, സാമ്പത്തിക മേഖലയിൽ. സഹോദര ബന്ധം മുറിയാതെ എപ്പോഴും സൂക്ഷിക്കുക. അടുത്തത് സെക്ഷൽ സിൻസ്, ലൈംഗിക പാപങ്ങൾ. കുടുംബാംഗങ്ങൾ എവിടെയെങ്കിലും ഒരു അവിശ്വസ്തതയുടെ ഇത്, സെക്ഷൽ അബറേഷൻസ്, ലൈംഗിക പാപങ്ങൾ, വിവാഹത്തിന് മുമ്പ് ഉള്ള ലൈംഗിക ആസ്വാദനങ്ങൾ, ചില സോൾട്ടായി റിലേഷൻഷിപ്പുകൾ, വിവാഹത്തിന് മുമ്പ് മനസ്സും ശരീരവും പങ്കുവയ്ക്കുന്ന അവസ്ഥകൾ, എന്നിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കും. ചിലരുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലും ചില റിലേഷൻഷിപ്പിലും ഒക്കെ നടന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് വേറെ കല്യാണം കഴിച്ച് പോവും. കുറച്ച് കഴിയുമ്പോണ്ടല്ലോ അവർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം. ഇവിടെ ഓൾറെഡി ഒരു നോൺ സ്പിരിച്വൽ, ആത്മീയമല്ലാത്ത ഒരു സോൾട്ടായി അവിടെ വീണു. അതായത് സൈറ്റൻ കൊടുത്ത പ്രേരണയ്ക്ക് വശംവദരായി അവിടെ ഒരു പാപത്തിന് സമ്മതം മൂളിയപ്പോൾ അവിടെ തിന്മ ഒരു അധികാരമെടുത്ത് അവരുടെ ഒരു ടൈ എന്ന് പറഞ്ഞാൽ കെട്ട്, ആത്മാവിൽ വീണ ഒരു ബന്ധനമാണ്, ഒരു കെട്ടാണ്. അത് പാപത്തിൻ്റെ കെട്ടാണ്. ഇനി അത് ഒരു വിടുതലെടുക്കാതെ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. ആ ദാമ്പത്യ ജീവിതം ശാശ്വതമാകില്ല. പെട്ടെന്ന് ഡൈവോഴ്സിലേക്ക് എത്തും. അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല. ഒരു സഹോദരൻ പറഞ്ഞ, അച്ഛാ എനിക്ക് എൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഒരു ഫീലിങ്സ് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച, എനിക്ക് അങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ തോന്നണ്ടേ? സ്നേഹിക്കാൻ തോന്നുന്നു. അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അച്ഛാ നല്ല പെങ്കൊച്ചു, ഒരു കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ചേട്ടൻ എന്നാ പറ്റി? എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തുറന്നു പറ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? എന്നോട് പറ. എനിക്ക് അവളുടെ കൂടെ കിടക്കാൻ പോലും തോന്നുന്നില്ലെന്ന് പറയുന്നത്. ഇനിയിപ്പോ കൂടെ കിടന്നാൽ പോലും ഈ സഹോദരന്റെ മനസ്സിൽ കൂടി പോകുന്നത് ഇന്നലകളിൽ ആരുമായിട്ടാണോ പാപം ചെയ്തത് ആ പെണ്ണിനെയാണ് മനസ്സിൽ കാണുന്നത്. ഇവൻ ജീവിത പങ്കാളിയുമായിട്ട് ശരീരം പങ്കുവെക്കുമ്പോൾ തലക്കകത്തേക്ക് പോകുന്നത് എന്നാണെന്നറിയാവോ? ഇന്നലകളിൽ പാപം ചെയ്ത ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം. അവളെ മനസ്സിൽ കണ്ടിട്ടാണ് ജീവിത പങ്കാളിയുടെ കൂടെ കിടക്കുന്നതെന്ന്. ഇത് നോൺ സ്പിരിച്വൽ സോൾട്ടൈസ് ആണ്. അത് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ ദാമ്പത്യം തകരും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിവാഹത്തിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, അത് ബ്രേക്ക് ചെയ്യാതെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. അത് തകർന്നു പോകുന്നുള്ളത് 99% റൈറ്റാണ്. അല്ലെങ്കിൽ ആ ദാമ്പത്യത്തിൽ അത് ഹൃദയം കൊണ്ട് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് വിടുതലെടുത്ത് ആ മേഖലയിൽ വിശുദ്ധീകരിക്കപ്പെടണം. ഏറ്റവും നല്ല വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ആ സ്പിരിറ്റ് ഫോളോ ചെയ്യുന്നത് മാത്രമല്ല, അങ്ങനെ എവിടെയെങ്കിലും ജീവിതത്തിൻ്റെ ഇന്നലകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് എപ്പോഴും നമ്മളിങ്ങനെ ഈ മേഖലയിൽ സൈറ്റൻ നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. വിവാഹം കഴിഞ്ഞാലും പല ദാമ്പത്യ അവിശ്വസ്തതകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ജീവിത പങ്കാളിയോട് തോന്നാത്ത ഒരു സ്നേഹം, ഒരു അടുപ്പം, ഒരിഷ്ടം കാണുന്ന എല്ലാ പെണ്ണുങ്ങളോടും തോന്നും. ജീവിത പങ്കാളിയോട് മാത്രം ഒരു സ്നേഹം തോന്നുന്നില്ല. പക്ഷെ ബാക്കിയുള്ള പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ വികാരങ്ങളുണ്ട്, സ്നേഹം തോന്നുന്നുണ്ട്, ഇഷ്ടം തോന്നുന്നുണ്ട്. ജീവിത പങ്കാളിയോട് മാത്രം തോന്നുന്നില്ല. ഈ സൈറ്റനിക്ക് ഒരു ഹോൾഡ് അവിടെ കിടണം. ആ മേഖലയിൽ വിടുതൽ കിട്ടണം. വിടുതലെടുത്തിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കാം. അടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണ്ണുനീര്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആരുടെയെങ്കിലും കണ്ണുനീര് വീണിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അത് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൻ്റെ അമ്മയുടെ കണ്ണ് നിറയാൻ കാരണമുണ്ടാക്കരുത്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് തന്നവരുടെ മുറിപ്പെടുത്തരുത്. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണ്ണുനീര് വീഴരുത്. അതും വചനം പറയുന്ന പോലെ അത് സ്വർഗത്തിനെതിരായ നിലവിളിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിലാപം എന്നാണ് സ്വർഗത്തിനെതിരായ നിലവിളിയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും നമ്മുടെ ചില സ്വഭാവ ദൂഷ്യം കൊണ്ട്, അപ്പൻ്റെ അമ്മയുടെ ഒക്കെ നമ്മുടെ അഹങ്കാരം കൊണ്ട് അങ്ങനെയുള്ള ഇപ്പോഴും ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ദൈവം തിരഞ്ഞെടുത്താണ്. ആ തെരഞ്ഞെടുപ്പിന് ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരുടെ വാർദ്ധക്യത്തിലും അവരെ ഉപേക്ഷിക്കരുത്. അവസാനത്തത്, അപരൻ അർഹതപ്പെട്ടതൊന്നും നിങ്ങളുടെ കൈവശം വയ്ക്കരുത്. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതൊന്നും നിങ്ങളുടെ കൈവശം വയ്ക്കരുത്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണകരമാകില്ല. ആഖാന്റെ പാപം, ജോഷുവ 7 എഴുതി വെച്ചോ.
ഇസ്രായേൽ ജനം മുഴുവൻ നശിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അത് ജെറിക്കോയിൽ നിന്നും ദൈവം ആഗ്രഹിക്കാത്തതും ദൈവം അനുവദിക്കാത്തതും ചിലതും കൂടാരത്തിൽ സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതിനെ ആഖാന്റെ ഭാവം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം മുഴുവൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് ദൈവം അനുവദിക്കാത്ത ഒന്നും നമ്മുടെ കൈവശം വെക്കരുത്. അവരുടെ അർഹതപ്പെട്ടതൊന്നും കൈവശം വെക്കരുത്. ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, കുടുംബം, അങ്ങനെ സഹോദരങ്ങൾക്ക് ഇതൊന്നും നമ്മൾ വഞ്ചിച്ചും ചതിച്ചൊന്നും വെക്കരുത്. കള്ളപ്പലിശയും കള്ളത്രാസും ഒക്കെ ആയിട്ട് വീട്ടിൽ വെക്കുന്നതൊന്നും നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ ഗുണകരമാകില്ല. ഏതു മേഖലയിൽ നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നുവോ ആ മേഖലകളിൽ തന്നെ വരും നാളുകളിൽ, വരും കാലങ്ങളിൽ നമുക്ക് ദുരിതമുണ്ടാകും. ഒരു സാമ്പത്തിക കാര്യത്തിന് വേണ്ടി നീ കർത്താവിനെ തള്ളി പറഞ്ഞോ, വരും നാളുകളിൽ, വരും തലമുറകളിൽ നിന്റെ ഫൈനാൻഷ്യൽ ഏരിയയിൽ വല്ലാത്ത ക്രൈസിസ് ഉണ്ടാകും. നിന്റെ ജോലിക്ക് വേണ്ടി നീ ദൈവത്തെ ഉപേക്ഷിച്ചോ, അതേ വിഷയത്തിൽ വല്ലാത്ത ക്രൈസിസ്. നിന്റെ ശരീരത്തിൽ പാപം ചെയ്യാൻ നീ ദൈവത്തെ ഉപേക്ഷിച്ചോ, വരും നാളുകളിൽ, വരും തലമുറകളിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, അസ്വസ്ഥതകൾ കാണാൻ പറ്റും. അപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടി നീ ദൈവത്തെ ഉപേക്ഷിച്ചുവോ സമാനമായ റിഫ്ലക്ഷൻസ് വരും നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലെടുത്ത് കുമ്പസാരത്തിൽ അത് ഏറ്റു പറയണം. നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ അത് ഏറ്റു പറഞ്ഞ് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. അവൻ്റെ കുരിശുമരണത്താലുള്ള ആ വീണ്ടെടുപ്പ് നമ്മൾ എടുക്കണം. പിന്നെ ഒരു തിന്മയും നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല, ഒരു ശാപവും നമ്മെ യേശുകയില്ല. നമുക്കൊരിക്കലും ശാപമില്ല. ഹല്ലേലൂയ. ഇപ്പോൾ വിജിലച്ചനോട് ചോദിക്കും, അച്ഛന് ശാപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ശാപമില്ല. ശാപം യേശോന്ന് ചോദിച്ചാൽ എന്നെ ഒരു ശാപം യേശയില്ലെന്നേ പറയും. കാരണം കർത്താവിൻ്റെ കുരിശുമരണത്തിലും ആ കുരിശുമരണത്താലുള്ള വീണ്ടെടുപ്പിലും അവൻ്റെ പരിശുദ്ധ രക്തത്താലുള്ള ആ സംരക്ഷണത്തിലെ രക്ഷയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട് ഞാനിത് ഏറ്റു പറയുന്നു. എനിക്ക് 100% ഉറപ്പാണ്, എൻ്റെ ജീവിതത്തിൻ്റെ മേലൊരു ശാപമില്ല, എനിക്കൊരു ശാപവും ഇല്ല, ഒരു ശാപവും എന്നെ യേശുകയില്ല. ആമേൻ.